അത്യാവശ്യം ഫ്രീഡം ഒക്കെ തന്നെ ഞങ്ങൾ വളർത്തിയത്. അങ്ങനെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പനും അമ്മയാണെങ്കിലും എല്ലാത്തിനും അനുവദിക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിലും പുറത്തു പോകണമെങ്കിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യും. എന്നാലും നമുക്ക് നല്ലൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അത്രയും ഫ്രീഡം ഉള്ള ഒരു ഫാമിലിന്ന് സിസ്റ്റേഴ്സ് കോൺവെന്റ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും സ്ട്രിക്റ്റ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് സിസ്റ്റർ മാനേജ് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഞാൻ നടത്തുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒന്നാമത് എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഫുള്ള് ഒച്ചപ്പാടും ബഹളവും പാട്ടും ഈ വണ്ടികളും അങ്ങനെ ഫുള്ളിങ്ങനെ ഒരു ക്രൗഡിൽ നിന്ന് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ നല്ലൊരു കാം അറ്റ്മോസ്ഫിയർ അല്ലേ ഇവിടെ. ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ എൻ്റെ ഈശോയെ എനിക്ക് അങ്ങോട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാറിപ്പൊളിക്കണം സിസ്റ്റർ, എനിക്കൊന്ന് കാറിപ്പൊളിക്കണം. കാരണം ഇവിടുത്തെ സൈലൻസിനോട് എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സൈലൻസ് എന്ന് പറഞ്ഞ സാധനമേ എൻ്റെ ജീവിതത്തിലൊരു ഭാഗമായിരുന്നില്ല. പക്ഷേ പിന്നെ ഞാനതിന് സ്നേഹിച്ചു തുടങ്ങി. നമുക്കത് ശരിക്കും നമ്മൾ പറയില്ലേ നിശബ്ദതയിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നതൊക്കെ. ആ ഒരു നിശബ്ദതയിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും കുറച്ചും കൂടെയൊക്കെ ഈശോയുടെ ആ സംസാരവും സ്വരവും ഒക്കെ നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ ഞാൻ വീട്ടിൽ വെച്ച് ഇങ്ങനെ കണ്ടുപിടിച്ച് വന്നതൊന്നുമല്ല. പക്ഷെ നമ്മൾ ഈശോയോട് ഇങ്ങനെ സംസാരിച്ചൊക്കെ കഴിയുമ്പം ഈശോ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും. ഞാൻ ഇങ്ങനെ ഈശോയോട് ചോദിക്കും ഇടയ്ക്കിടയ്ക്ക്, പക്ഷേ ഞാൻ എന്നാലും ഇങ്ങനെയാണ് ഈശോ ഇങ്ങോട്ട് വന്നത്, പക്ഷേ എനിക്ക് എവിടെ നിന്നാണ് തുടക്കം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഈശോ ഇങ്ങനെ പറഞ്ഞു തരും. അന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നത് പറയും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇങ്ങോട്ട് വന്ന പിന്നെ എപ്പോഴെങ്കിലും നിർത്തി പോവാം, ഇത് എന്റെ വിളിയല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്? അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഉടുപ്പിടുന്നതിന് മുമ്പ് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. ഈ ഒരു സ്ട്രിക്റ്റ് കാര്യങ്ങൾ കാരണം സ്ട്രിക്ട്നെസ് മാത്രമല്ല, കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അല്ല. സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്ന് ഉടുപ്പിട്ട് നടക്കുന്നവരല്ല. അതിന് അതിൻ്റെതായ ഒരു പവിത്രതയുണ്ട്. അപ്പോൾ അത്ര ആ ഒരു പരിശുദ്ധിയോടുകൂടെ എനിക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അതെൻ്റെ ഈശോയ്ക്ക് തന്നെ ഒരു ഫെയിലിയർ ആവും. ഈശോനെ തന്നെ ഞാൻ തോൽപ്പിക്കുന്ന പോലെയാവും. അപ്പോൾ അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ പുറകോട്ട് വലിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അത്രയും ഈശോയ്ക്ക് വേണ്ടി അത്രയും ചെയ്യാൻ പറ്റുമോ, ഈശോയെ എനിക്ക് അത്രയൊക്കെ നിനക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു ചിന്തകളാണ് മെയിനായിട്ട് എന്നെ പുറകോട്ട് വലിച്ചത്. പിന്നെ ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് പുറത്തായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ. ഞാൻ ഈ ഈശോയോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, പള്ളിയിൽ നിന്ന് പറയും ഈശോയോട്, വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ടതായിരുന്നു. അമ്മേനൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട് അമ്മ എനിക്ക് അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല. അവരത് കേട്ട ഓടി വരും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയില്ല. നമ്മളെല്ലാം ഈശോയോട് മാത്രം പറയുള്ളൂ, കാരണം പുള്ളിക്ക് അറിയാം. അപ്പം അങ്ങനെ ഞാൻ പറയും എവിടെ എത്തേണ്ട ആളായിരുന്നു. അപ്പം ഈശോ എന്നോട് തിരിച്ച് പറഞ്ഞ ഡയലോഗാണ്, എവിടെ എത്തേണ്ടതായിരുന്നു. അപ്പോൾ ശരിക്കും അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ശരിയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ അവിടെ എത്തേണ്ട ആളായിരുന്നു എന്നൊക്കെ ഇപ്പം നമ്മളിങ്ങനെ ചിന്തിക്കുക. ഇപ്പം ഞാനൊരു ഏറ്റവും ലോ സ്റ്റേജ് വന്ന് കിടക്കുന്ന പോലെ ഞാൻ ചിന്തിക്കും. പക്ഷെ ശരിക്കും നേരെ ഓപ്പോസിറ്റാണ്, എവിടെ എത്തേണ്ടതായിരുന്നു പക്ഷെ കർത്താവിന് ഇവിടം വരെ എത്തിച്ചില്ലേ, അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പം എനിക്ക് അത് ഓർക്കുമ്പോൾ അന്ന് ഈശോനോട് ഇങ്ങനെ തിരിച്ചു പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ശരിക്കും അതിൻ്റെ ഒരു ആഴം മനസ്സിലായത്. അപ്പോൾ ഈശോയോട് സംസാരിക്കുന്ന കാര്യം സിസ്റ്റർ പറഞ്ഞില്ലേ, എങ്ങനെയാണ് അപ്പോൾ ഈശോയോടുള്ള കോൺവെർസേഷൻസ് ഈശോ ഇങ്ങനെയാണ് പറയണേ അതൊക്കെ എങ്ങനെയാണ് മനസ്സിലാവണേ? അത് നമ്മളിങ്ങനെ ഞാനായിട്ടിങ്ങനെ എനിക്ക് കുഞ്ഞിൽ തൊട്ട് ഞാൻ അറിയാണ്ട് ഇങ്ങനെ സംസാരിച്ചു പോണതാണ്. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞ് ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ തന്നെയാണോ സംസാരിക്കണത്, ഈശോ ആയിരിക്കില്ല, തോന്നലാണെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും. പക്ഷെ നമ്മുടെ ഒരു വിശ്വാസമാണത്. പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല. എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ എങ്ങനെയൊക്കെ നയിച്ചിട്ടുണ്ടോ അതൊക്കെ കറക്റ്റ് വഴിയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും എന്നോട് എൻ്റെ ഉള്ളിനുള്ളിലിരുന്ന് സംസാരിക്കണത് എൻ്റെ ഈശോയാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ആരോടും പറയുമ്പോഴും എനിക്ക് പേടിയില്ല, കാരണം എനിക്ക് വിശ്വാസം എൻ്റെ ഈശോയാണെന്ന്.